ഇതാണ് ആലുവ മല്ലുശ്ശേരിയിലെ പാച്ചിച്ചേട്ടന്റെ കട. ഒരു 10 മുട്ട ബജിയും കുറച്ച് കപ്പലണ്ടിയുമാണ് ഇവിടുത്തെ പ്രധാന ഐറ്റംസ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് പാച്ചിച്ചേട്ടന്റെ ജീവിതവും. കൂടി വന്ന ഒരു 10 മുട്ട ബജി ഇടും, ഒരു 4-5 മുളക് ഇടും. എനിക്ക് വയ്യാത്ത മക്കളെ അല്ല ഇട്ട് തന്നെ എനിക്ക് ഇവിടെ നല്ല കച്ചവടം കിട്ടിയതാ. കൂടി വന്നാൽ 500 രൂപ, ചിലപ്പോൾ 250 രൂപ, ചിലപ്പോൾ 300 രൂപ. അത് പറയാൻ ഒരു ദിവസത്തെ മാറ്റി ബജിയൊക്കെ തീരുമോ? കുറച്ചേ ഇടുള്ളൂ, അത് തീരും. കപ്പലിൻ്റെ ഒരു 2 കിലോ പോവും, 2-2.5 കിലോ ഒക്കെ പോവും. ഇവിടെ വന്നിടയ്ക്ക് ആണെങ്കിൽ 5 കിലോ 6 കിലോ കപ്പലിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ഈ കടകളൊന്നും ഇല്ല മോനെ, ഞാൻ ഒരാളേ ഉള്ളൂ. ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം 9 കൊല്ലമായി. 18 വെള്ളപ്പൊക്കത്തിന് ഇവിടെ തുടങ്ങിയതാണ്. ഇന്ന് വരെ മുടക്കിയില്ല. ഭഗവാന്റെ അനുഗ്രഹം കുഴപ്പമില്ല. കിട്ടുന്നതും മദ്യം കഴിക്കില്ല, വീട് വലിക്കാനില്ല, സിഗരറ്റ് വലിക്കാനില്ല, വേറെ ഒരു അനാവശ്യ ചെലവുമില്ല. 1 ലിറ്റർ പാല് മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 ആൾക്കൂടി 2 ദിവസത്തേക്കുണ്ട്. അതും മതി മക്കളെ. വേറെ എന്താ? പിന്നെ റേഷനരി ഇഷ്ടംപോലെ കിട്ടണ്ട മക്കളെ. കാശ് കൊടുത്ത് അരി മേടിക്കണ്ട. 10-30 കിലോ അരി റേഷൻ കിട്ടണ്ട മക്കളെ. ഞങ്ങൾക്ക് അതും മതി, വേറെ ഒന്നും വേണ്ട. അല്ലാതെ ദോശ വേണമെന്നോ, ഇഡ്ഡലി വേണമെന്നോ, പുട്ട് വേണമെന്നോ, ഇടിയപ്പം വേണോ, അങ്ങനെയുള്ള ഒരാഗ്രഹമില്ല. കാലത്തേക്ക് അരി വെച്ച് കുടിക്കും, ഉച്ചയ്ക്ക് ഇത്തിരി കഞ്ഞി വെച്ച് കുടിക്കും, വൈകിട്ട് ഞങ്ങൾ ആഹാരം തന്നെ കഴിക്കണം. വേറെ ഒന്നുമില്ല മക്കളെ, നമുക്ക് വേറെ ഒന്നുമില്ല. നമുക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല മക്കളെ. ഇങ്ങനെയാണ് ജീവിച്ച് മരിക്കും. ഇന്ന് പോയി കഴിഞ്ഞാലും സുഖമായിട്ട് പോവാം. ഒരാൾക്ക് കടവുമില്ല, ഒന്നുമില്ല. ഇപ്പം ഞാൻ മരിച്ചാലും എനിക്ക് വിഷമമില്ല. ഞാൻ അത്രയ്ക്ക് ഇതായി ഒരു വിഷമമില്ല. ഇപ്പം മരിച്ചു പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ജീവിക്കണം, അത്രേ ഉള്ളൂ. ദൈവം തരും അപ്പോഴെന്നാണ് എൻ്റെ ഉദ്ദേശം, അല്ല വേറെ ഒന്നുമില്ല. നമ്മൾ ദൈവത്തിനെ കൈ വിടരുന്നു.